അപ്പോൾ കലോത്സവത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്, കലോത്സവ വാർത്തകളിലേക്ക് എത്തുകയാണ്. നമുക്കൊപ്പം രണ്ടുപേർ ചേരാനുണ്ട്, ശാലിനിയും മനോജും. അതിനു മുമ്പ് നമുക്ക് ചില റിപ്പോർട്ടുകൾ കാണാം. ഈ കലോത്സവത്തിൽ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഈ കൊട്ടിക്കയറുന്ന ഇനങ്ങൾ എന്ന് പറയും. അതായത് ചെണ്ടമേളമാകട്ടെ പഞ്ചവാദ്യമാകട്ടെ, നമ്മുടെ ഒരു പൂരസമാനമായ അന്തരീക്ഷം നമുക്ക് ചുറ്റിലും പടർത്തുന്നവരാണ് അത്തരം മത്സര ഇനങ്ങളുമായി വരുന്നവർ. അപ്പോൾ എറണാകുളം മണിമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും പഞ്ചവാദ്യത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, ആ സ്കൂളിന് അങ്ങനെ ഒരു പെരുമയുണ്ട്. അത് ഇത്തവണയും അവർ കാത്തു സൂക്ഷിച്ചു എന്നതാണ്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. കൗമാര കലാമാമാങ്കത്തിൽ തുടർച്ചയായി A ഗ്രേഡ് നേടുന്ന പഞ്ചവാദ്യം ടീം അംഗങ്ങളാണ് എറണാകുളം മാണിക്യമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളുടെ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ എത്തിയ കാണികളെയൊക്കെ വളരെയധികം ആകർഷിച്ചത്. എന്തായാലും ആ ഒരു മേള പ്രമാണിയിലേക്ക് കൂടെ നമുക്ക് പോകാം. അഭിരാമാണ്. അഭിരാമിൻ്റെ അവസാന വർഷമാണോ ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ ഒരു മത്സരം? അവസാന വർഷമാണോ? അവസാന വർഷം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? അതോടൊപ്പം എന്താണ് ഈ ഒരു വിജയത്തിൻ്റെ രഹസ്യം? പ്രാക്ടീസ് ചെയ്ത് സാധകമൊക്കെ ചെയ്ത് അത്യാവശ്യം, പിന്നെ പരിപാടിക്കൊക്കെ പോയി. ഏതൊക്കെ തരത്തിലുള്ള വാദ്യങ്ങൾ, അതായത് പഞ്ചവാദ്യം മാത്രമാണോ അതോ മറ്റുള്ള കലാരൂപങ്ങളുണ്ടോ? അല്ല, പഞ്ചാരിമേളം കൊട്ടും, പഞ്ചവാദ്യം, ഇലത്താളം, അങ്ങനത്തെ സാധനം. ഇതിലൊക്കെ തന്നെ A ഗ്രേഡ് ആണോ? ആ, മേളം. അപ്പോൾ അതോടൊപ്പം മറ്റൊരു പ്രത്യേകത, സഹോദരങ്ങൾ, അതായത് അഭിരാമിൻ്റെ സഹോദരൻ ഹരിക്കുട്ടനും ഒപ്പമുണ്ട്. ഹരിക്കുട്ടനൊരു ചേട്ടൻ കൂടെയുണ്ട്. ഇവർ 3 പേരും ഇത്തരത്തിൽ ഈ വാദ്യകലാരൂപങ്ങളിലൊക്കെ മികച്ച ഒരു കഴിവ് ഉള്ള വ്യക്തികൾ കൂടെയാണ്. കാരണം എല്ലാ സ്കൂൾ കലോത്സവങ്ങളിലും A ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾ കൂടെയാണ്. എന്തായാലും ഹരിക്കുട്ടൻ ഈ ഒരു ടീമിനെയൊക്കെ നയിച്ച് ഇവിടെ എത്തിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഒരു പരിശീലനമൊക്കെ? പരിശീലനമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ നമുക്ക് നമ്മുടെ അനിയൻ്റെ ടീമിനെ നമുക്ക് പഠിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. പഠിപ്പിക്കാൻ അവിടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ഞങ്ങളും ഇതേ സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങളും സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തതാണ്. A ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ പിന്തുടർച്ചക്കാരുണ്ടാവും, അവർക്കും ഇത് തന്നെയാണ്, A ഗ്രേഡിലേക്ക് എത്താൻ സാധിക്കട്ടെ, അതിനുവേണ്ട പരിശീലനം അവർക്ക് നൽകും അല്ലേ? പിന്നല്ലേ, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും. ഏതൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, പഞ്ചവാദ്യമല്ല പഞ്ചാരിമേളം, അതോടൊപ്പം തന്നെ മറ്റ് മദ്ദളക്കേളിയുണ്ട്, തായമ്പകയുണ്ട്, ഉണ്ടാവാറുണ്ട്. ഇക്കൊല്ലം ഉണ്ടായില്ല, ഇക്കൊല്ലം പഞ്ചവാദ്യം മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ എത്ര വർഷമായി നിങ്ങൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി A ഗ്രേഡ് നേടുന്നുണ്ട്? എന്തായാലും ഒരു 10-ലേറെ കൊല്ലമായി ഉണ്ടാവും. ഞങ്ങളുടെ ചേട്ടന്മാരും അവരുടെ ചേട്ടന്മാരൊക്കെ എന്തായാലും അവിടെ നിന്ന് സ്ഥിരമായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടി വരുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായി തന്നെ ഈ ഒരു കഴിവ് കിട്ടിയവരാണ്. അവർ തന്നെയാണ് ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം.